ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ച് പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകന്മാർ സ്വർഗത്തിൽ പോവുക, ബാക്കിയുള്ള ജനങ്ങളൊക്കെ ബേജാറാവുക. അവര് സ്വർഗത്തിൽ പോകുന്നു വിചാരിച്ചിട്ട് നാട്ടുകാരെല്ലാം അവരുടെ കൈ പിടിച്ച് മുത്തുക, എന്നിട്ടോ സ്വർഗത്തിൽ പോവുക. മറ്റൊരു സ്വർഗത്തിലാണല്ലോ, വിചാരണയിലാണ്. ചിലപ്പോൾ മുത്തിയാൻ പോയാലും മുത്തപ്പെട്ടവന്റെ കാര്യത്തിലാ ബേജാറ്. എന്തുകൊണ്ട്? അവൻ കുറെ സുഖപ്പെടുത്താൻ അനുഭവിച്ചു, നാട്ടുകാരൊക്കെ മുത്തിയില്ലേ. ചില ആളുകളുണ്ടല്ലോ, കാണുമ്പോഴത്തേന് അവരെ കൈ പിടിച്ച് മുത്തും, അവർ മുത്താൻ വേണ്ടി ഒന്നും കൊടുക്കും. തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച, അതൊരു സുഖമുള്ള കാര്യമാണ്. മറ്റവൻ മുത്താൻ കുനിയണം, ഇവനോ കുനിയണ്ട. ചിന്തിക്കണം. അപ്പൊ ആ കുനിഞ്ഞത് നന്മ ഉണ്ടാവുമല്ലോ, മുത്തിയത് നന്മയാണെങ്കിൽ. മുത്തപ്പെട്ടവനോ നന്മയില്ലല്ലോ. മുത്തപ്പെട്ടവൻ ആരെ മുത്തോ അവൻ ആ സുഖം അനുഭവിക്കില്ലേ ഇത്. അതുകൊണ്ട് വലിയ വലിയ കേമന്മാരൊക്കെ നേരെ സ്വർഗത്തിലേക്ക്, പണ്ഡിതന്മാരൊക്കെ സ്വർഗത്തിലേക്ക്, തങ്ങന്മാരൊക്കെ സ്വർഗത്തിലേക്ക്, സാധുക്കളെ വിചാരണ ചെയ്യുക. അതല്ല ഇസ്ലാമിലെ സ്വർഗം. മുസ്ലിങ്ങളൊക്കെ നേരെ സ്വർഗത്തിലേക്ക്, അല്ലാത്തവരൊക്കെ നരകത്തിലേക്ക്. അതല്ല ഇസ്ലാമിലെ സ്വർഗം. ഇസ്ലാം കൃത്യമായ ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കും. അവൻ മുസ്ലിം ആണെങ്കിലും മുസ്ലിം അല്ലെങ്കിലും ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കും. ജഡ്ജ്മെന്റിൽ വിജയിക്കണം. വിജയിക്കാൻ മാനദണ്ഡം എന്താ? സത്യവിശ്വാസവും സൽക്കർമ്മവും. അത് ആർക്കുണ്ട് എന്ന് നിയമപുസ്തകം തീരുമാനിക്കും. അങ്ങനെയാണ്. സ്കൂളിന് നിയമമുണ്ട്. ഇനി ആ പുറത്താക്കുക അകത്താക്കുന്ന വർത്താൻ പറയേണ്ട ആവശ്യമില്ല. ആ നിയമപുസ്തകത്തിൽ വഴിപ്പെട്ടവന് സ്വാഭാവികമായും ഉള്ളിലാവും, വഴിപ്പെടാത്തവൻ സ്വാഭാവികമായും പുറത്താവും. എന്താ പ്രശ്നങ്ങൾ? കമ്മിറ്റിക്ക് നിയമം ഉണ്ടാവും. 3 യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഔട്ടാണ്. അതെന്താണ്? കുറച്ചാളുകൾ ഉള്ളിൽ, കുറച്ചാളുകൾ പുറത്ത്. അങ്ങനെ പറഞ്ഞു. നിയമത്തിന് വഴിപ്പെട്ടില്ലെങ്കിൽ പുറത്തു പോകും. കാരണമില്ലാതെ, കാരണം ബോധിപ്പിക്കാതെ 3 യോഗങ്ങളിൽ പങ്കെടുക്കാത്തവരെ പുറത്താകുന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പുറത്താക്കണം. ഇതിന് പുറത്തായല്ലോ, പറഞ്ഞത്. അതുകൊണ്ട് ഒരാൾക്ക് ഒരാളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന്. ഇതാണ് ഇസ്ലാമിലെ ജഡ്ജ്മെന്റ്. ഇതാണ്. അതുകൊണ്ട് അടുത്ത വാക്ക് ഇനിയാണ് വാക്ക്. ഇനി ചിന്തിക്കണം. ഇസ്ലാമിലെ മുസ്ലിങ്ങൾക്കൊക്കെ സ്വർഗം, ബാക്കിയുള്ളവരെയൊക്കെയാണ് പറഞ്ഞേക്കുക. ഇതല്ല. ഇതിനൊരു കൃത്യമായ ഒരു മാനദണ്ഡ, ഒരു നിയമപുസ്തകം. ഈ നിയമപുസ്തകം പടച്ച തമ്പുരാൻ ഇറക്കിയതാണ്. അല്ല എന്ന് വാദിക്കാൻ, തെളിയിക്കാൻ ഇന്ന് വരെ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. പറയാൻ ആർക്കും പറയാൻ. ഇത് പടച്ച തമ്പുരാന്റെ നിയമപുസ്തകമല്ല എന്ന് പറയാൻ ഇന്ന് വരെ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് പടച്ച തമ്പുരാന്റെ നിയമപുസ്തകമാണ്, അല്ലാതെ ഇന്ന് വരെ ഒരാൾ തെളിയിച്ചിട്ടില്ല. ഇത് മുഹമ്മദ് നബിയുടെ വാക്കല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്ക് പോലും ഉന്നതമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണെങ്കിലും ഉന്നതമാണ്. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലും വാക്കല്ല ഇത്. ഇതെന്താ? ഇത് അല്ലാഹുവിന്റെ വചനം. 1442 ഹിജ്റ വർഷമാണിത്. വീണ്ടും ഒരു 13 കൂടെ കൂട്ടിയാൽ 1455 കൊല്ലമായി ഇറങ്ങിയിട്ട്. 13 കൂടെ കൂട്ടുക, ഹിജ്റയിലേക്ക് 13 കൂട്ടുക. മുത്തുനബിയുടെ നബുവത്തിന്റെ 13ാമത്തെ കൊല്ലമാണല്ലോ എന്തുണ്ടായത്? ഹിജ്റ. അപ്പോൾ ഈ ഗ്രന്ഥത്തിന്റെ വചനങ്ങൾ ഭൂമിയിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ട് 1455 കൊല്ലായി. പൂർത്തിയാക്കിയിട്ട് 1442 കൊല്ലമായി. പൂർത്തിയാകുന്നത് മുത്തുനബിയുടെ വഫാത്തിന്റെ തൊട്ടടുത്ത ദിവസമാണ്, തൊട്ട് മുമ്പാണ് തുടങ്ങുന്നത്. മുത്തുനബിയുടെ 40ാമത്തെ വയസ്സിലാണ്. ഈ 1455ാമത്തെ ഈ കൊല്ലത്തിനുള്ളിൽ മുത്തുനബിയുടെ ജീവിത കാലഘട്ടത്തിൽ വരെ ഇത് കേവലമുള്ള പാട്ടുകളാണ്. ഇത് പഴയ കാലത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അവരെല്ലാം പിന്നീട് ഈ വചനത്തിന്റെ മലർവാടിയിലേക്ക് വന്നവരാണ്. പലരുണ്ടായിരുന്നു, പക്ഷേ അവരൊക്കെ തോറ്റുപോയി.
അവരൊക്കെ മനസ്സിലാക്കി സത്യം ഞങ്ങൾ പറയുന്നതിന് എതിരാണ്. അവരൊക്കെ ഇതിന്റെ വിശാലമായ മലർവാടിയിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ നിയമപുസ്തകം, ഇത് മനുഷ്യർക്കുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇത് മനുഷ്യർക്കുള്ളത്. അനുസരിച്ചാൽ മുസ്ലിങ്ങൾ എന്ന് പറയും. മുസ്ലിം എന്താ അതിന്റെ അർത്ഥം? അനുസരിച്ചവൻ. കാഫിർ അനുസരിക്കാത്തവൻ. ഇത്രയുണ്ട്. കാഫിർ എന്ന് പറയുമ്പോൾ ചൂടാകണ്ട. മുസ്ലിം അനുസരിച്ചവൻ, കാഫിർ എന്താ പ്രശ്നം? അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇത് പരീക്ഷയാണ്. പരീക്ഷയാകുമ്പോൾ ഒരു സുഖമുണ്ട്. പരീക്ഷയ്ക്ക് ഒരു സുഖം എന്താണെന്നറിയോ? ശരിയോ എഴുതാ, തെറ്റോ എഴുതാ, പരീക്ഷ പങ്കെടുക്കാതിരിക്കും. പരീക്ഷ കൂണില്ല. ഒരു സുഖമുണ്ട്. എന്ത്? റിസൾട്ട് അറിയുന്ന സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. എന്ത് എന്ത് പരീക്ഷയിൽ പങ്കെടുക്കാതിരുന്നുള്ള സുഖം എന്താ പറയടോ? പരീക്ഷയിൽ പങ്കെടുക്കാതിരിക്കൽ ഒരു സുഖമാണ്. എന്ത്? റിസൾട്ട് അറിയുന്ന ദിവസം ചെലവാക്കി പോകേണ്ടതില്ല. ഞാൻ റിസൾട്ട് അറിയുന്ന ദിവസം പോയതുകൊണ്ടും ജയിച്ചോളുന്നില്ല. റിസൾട്ട് പലവട്ടം വായിച്ചിട്ടും അവന്റെ പേരിട്ടുന്നില്ല. പേര് കാണാനില്ല. എന്ത്? ഇല്ല, പഠിച്ചില്ല. അപ്പോൾ ജയിക്കാത്തതിന് പ്രിൻസിപ്പാളെ ഗരവ് ചെയ്തിട്ട് കാര്യമില്ല. പഠിച്ചോ ജയിക്കും. നീതിമാനായ പ്രിൻസിപ്പാളാ. ഇത് പഠിച്ചോ നിയമപുസ്തകം. സ്വർഗത്തിന്റെ മാനദണ്ഡം ഈ നിയമപുസ്തകമാണ്. ഈ നിയമപുസ്തകം അന്യൂനമാണ്. ഈ നിയമപുസ്തകം പഠിച്ചത് അൻപുരാന്തരല്ലാണ്. ഭൂഗോളത്തിന്റെ മുകളിൽ ഇന്നുവരെ ഒരാൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പഠിച്ചോ നിയമപുസ്തകം. ഇത് റബ്ബിന്റെ നിയമപുസ്തകമാണ്. മാ യുസ്ലിമു ഇബ്നുൽ ഖത്താബ് ഹത്താ യുസ്ലിമ ഹിമാറുൽ ഖത്താബ്. ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ അനുസരിക്കൂല എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാൾ പിന്നെ അതിന് വലിയ ആളായിട്ട് മരിച്ചു. അങ്ങനെ പറഞ്ഞിരുന്നത്. എന്താ പറഞ്ഞിരുന്നത്? ഖത്താബിന്റെ കഴുതയെ പരിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിക്കും ഖത്താബിന്റെ കഴുത അനുസരിച്ചാലും ഖത്താബിന്റെ മകൻ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളെയും നിർബന്ധിച്ചു കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല. അയാൾ ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. മനസ്സിലായി? ശരിയല്ല, ഞാൻ ശരിയല്ല, അത് ശരിയാണ്. അയാളോ വിശ്വമാസകലം ബഹുമാനിക്കുന്ന നേതാവുമാണ്. നിങ്ങൾ വിചാരിക്കുന്നു മന്ദബുദ്ധിയാണെന്ന്? യുക്തിവാദിയെ. ഇന്ത്യ ഒരു രാഷ്ട്രപിതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും പറഞ്ഞത് മഹാനായ ഉമറിന്റെ നീതിയാണ് ഞാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് എന്നാണ്. മഹാനായ ആര് പറഞ്ഞു? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും 1400 കൊല്ലം കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്ന നീതി മഹാനായ ഖലീഫ ഉമറിന്റെ നീതിയാണ്. ഇങ്ങനത്തെ ഒരാൾ മന്ദബുദ്ധിയാണോ? യുക്തിവാദികളെ ഇതെല്ലാം മുഹമ്മദ് പടച്ചുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഒരു കാലത്ത് ഇയാൾ ഉണ്ടായിരുന്നു. ഇതിനെ ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞ ആളായിരുന്നു. ഖത്താബിന്റെ കഴുത മുത്തുനബിയെയും മുഹമ്മദ് നബിയെയും ഖുർആനെയും അനുസരിച്ചാലും ഖത്താബിന്റെ മകനായ ഉമർ അനുസരിക്കില്ല എന്ന് പറഞ്ഞ ആൾ പിന്നെ ആരായി? മാനവ ചരിത്രം കണ്ട ഏറ്റവും രണ്ടാമത്തെ മുസ്ലിമായി. സമുദായത്തിലെ രണ്ടാമത്തെ നേതാവാണ്, നീതിമാനായ നേതാവാണ് സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ ലോകം കണ്ട ബുദ്ധിമാന്മാരാ. അവരൊക്കെ ഇതനുസരിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്പബുദ്ധികളെ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടവും നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപവും. അല്ലാതെ അതുകൊണ്ട് ഇതാണ് നിയമപുസ്തകം. ഇതിൽ ചില വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് വിശ്വസിക്കണം. ആ വിശ്വാസമോ അത് പ്രപഞ്ച സ്രഷ്ടാവിൻ ഇറക്കി തന്ന വിശ്വാസമാണ്. അത് നേരും അത് സത്യസന്ധവുമാണ്. ഒരിക്കലും ഇതിൽ ഒരു ന്യൂനത കയറി വരികയില്ല. ഇത് രക്ഷിതാവിന്റെ നിയമപുസ്തകം. ഇതിനനുസരിച്ചാൽ അനുസരിക്കുമെന്ന് പറഞ്ഞ് കയറും മുസ്ലിങ്ങൾ, എന്നാൽ അനുസരിക്കൂല. അവരും പരാജയപ്പെടും. മനസ്സിലായില്ല? അനുസരിക്കും എന്ന് വാക്കിൽ പറഞ്ഞവന് മുസ്ലിമാവും, എന്നാൽ ഫലത്തിൽ അനുസരിക്കൂല.
വാക്ക് പറഞ്ഞ് കയറിയിട്ട് കാര്യമില്ലല്ലോ. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. പറ, ഞാൻ നീണ്ടു നടപ്പിലാക്കും എന്ന് ഞാനിതാ നീതിക്ക് വേണ്ടി എൻ്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളും. ഞാൻ എൻ്റെ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യുന്ന ഞാൻ ഒരു രൂപയും കട്ടെടുക്കൂല. ഞാൻ എൻ്റെ പോക്കറ്റിന് ഇതിലേക്ക് കൂട്ടേ ഉള്ളൂ, ഞാൻ ഇതിന് കക്കൂല എന്ന് പറഞ്ഞിട്ടല്ലേ ഇക്കാലം വരെ എല്ലാ മന്ത്രിയും കയറിയത്. എന്നിട്ടോ 90% മന്ത്രിമാരും കക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് 100% മന്ത്രിമാരും ഞങ്ങൾ കക്കില്ല എന്ന് പറഞ്ഞ് കയറിയിട്ട് 90% മന്ത്രിമാരും കട്ടിട്ടേ പോയിട്ടുള്ളൂ. അങ്ങനെയാണ് കാലം. അഴിമതിയെ നടത്തിയിട്ടുള്ളൂ, സ്വജനപക്ഷപാതം നടത്തിയിട്ടുള്ളൂ 90% മന്ത്രിമാരും. 10% ഒന്നും ഉണ്ടായിക്കോളന്നില്ല. ഇല്ലെങ്കിൽ 10 ആൾ കിടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ കുറച്ചാളെ നീട്ടിട്ടുന്നേ ഉള്ളൂ ബാക്കി. അപ്പൊ എന്നതുപോലെ മുസ്ലിങ്ങൾ, ഞാൻ ഈ പുസ്തകത്തെ അനുസരിക്കാമെന്ന് പറഞ്ഞവര്, ഈ നബിയെ പിന്തുടരാമെന്ന് പറഞ്ഞവര്, അങ്ങനെയൊക്കെയുള്ള മുസ്ലിമീങ്ങളുണ്ട്. പക്ഷെ പാലിക്കുകയില്ല. അവരെല്ലാം കൂടെ തൊഴിച്ചിട്ടാക്കുന്നതല്ല ഏത് സ്വർഗം. സ്വർഗം ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ സൂക്ഷ്മമായ ഖണ്ഡികകളുണ്ട്. അതിലെല്ലാം ഒരാൾ അത് വിജയിക്കലോ പ്രയാസമല്ല. ജയിക്കൽ പ്രയാസമല്ല, അത് പ്രയാസേ അല്ല. എന്ത് പ്രയാസം? അതൊരു പ്രയാസമേ അല്ല, അത് പ്രയാസേ അല്ല, അത് പ്രയാസമല്ല. എന്ത് പ്രയാസം? മുട്ടിലിഴയുന്ന കുട്ടിക്ക് നടക്കൽ പ്രയാസമാണ്. അന്ന് കുട്ടിയോട് നടക്കാൻ കൽപ്പിക്കുകയുമില്ല. നടക്കാൻ തുടങ്ങിയാൽ നടക്കൽ പ്രയാസമല്ല. മുട്ടിലിഴയുന്ന കുട്ടിയുടെ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ നടക്കൽ പ്രയാസമായിരിക്കും. ചില ആളുകൾ വലിയതായിട്ട് ഇപ്പോഴും മുട്ടിലിഴയുന്ന മനസ്സാ, അതുകൊണ്ടാണ് നിസ്കാരം നോമ്പ് പ്രയാസം തോന്നുന്നത്. മുട്ടിലിഴയുന്ന കുട്ടിക്ക് നടക്കൽ പ്രയാസം. പക്ഷെ അന്ന് നടക്കാൻ കുട്ടിക്ക് കൽപ്പനയില്ല. നടക്കാൻ പ്രായമായാലോ അന്ന് മുട്ടിലിഴയലാണ് അവന് പ്രയാസം. ഇതാണ് ഇസ്ലാമിന്. പ്രായമാകാതെ കൽപ്പിക്കൂല. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരിക്കലും കൽപ്പിക്കൂല. മനസ്സിലായോ? ഇത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ ഈ നിയമപുസ്തകത്തെ അനുസരിക്കണം. ഈ നിയമപുസ്തകത്തിലെല്ലാം ഉണ്ട്. അതിന്റെ വിശദീകരണം കൊണ്ടാണ് 23 വർഷത്തെ മുത്ത് മുഹമ്മദ് മുസ്തഫായുടെ ജീവിതം സമ്പൂർണ്ണ റോൾ മോഡൽ, നീതിമാൻ, കരുണവാരിധി, നീതിമാൻ, സത്യസന്ധൻ, എതിരാളികൾ പോലും അംഗീകരിക്കുന്ന നീതിമാൻ, എതിരാളികൾ പോലും അംഗീകരിക്കുന്ന സത്യസന്ധൻ. അതാണ് ഈ ഗ്രന്ഥത്തിന്റെ റോൾ മോഡൽ മുഹമ്മദ് മുസ്തഫ. ഇതനുസരിക്കുന്നവർക്ക് സ്വർഗം. അത് മുസ്ലിം ആണെങ്കിൽ മുസ്ലിമിനെ അനുസരിച്ചാൽ സ്വർഗം കിട്ടും. മുസ്ലിം അനുസരിച്ചില്ലേ സ്വർഗം ഉണ്ടാവില്ല. അപ്പോൾ ജഡ്ജ്മെന്റ് മറ്റുള്ളവർക്കല്ല, എല്ലാവർക്കും ജഡ്ജ്മെന്റ് ഉണ്ടാവും. വത്തഖുയോമൻ വഖ്ശൗയോമൻ, നിങ്ങൾ ഒരു ദിവസത്തെ പഠിക്കും. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി ولا مولود هو جاز عن والده شيئا إن وعد الله حق. അല്ലാഹുവിന്റെ കരാർ സത്യമാണ്. അപ്പോൾ ഉണ്ടാകുന്നത് ഉണ്ടാവും. ജഡ്ജ്മെന്റ് അല്ലാഹുവിന്റെ സത്യമായ ഒരു വാദാണ്. അതുണ്ടായിരിക്കും, അതുണ്ടാവും, ഉണ്ടാവാറ്. എന്തുകൊണ്ട്? നീതി നടപ്പിലാവും. തീർച്ചയായും വാക്സിനേഷൻ കളിയാണെങ്കിൽ അന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര കളിക്കാർ കുടുങ്ങും. നമ്മുടെ നാട്ടിലെ സാധുക്കളായ ആരോഗ്യ പ്രവർത്തകരല്ല, നിരപരാധികളായിരിക്കും. കൊറോണ ഇറക്കി വിട്ടത് അന്താരാഷ്ട്ര കളിക്കാരാണെങ്കിൽ കുടുങ്ങും. എന്റെ നീതി നടപ്പിലാവും. എന്തും ഒരു കൊറോണ കാര്യത്തിൽ മാത്രമല്ല, എന്തും. ഒരു തലയെ കെട്ടിയവൻ ഒരു നിരീശ്വരവാദിയോട് ദ്രോഹം നടത്തി. ഒരു തലയെ കെട്ടിയവനാ, ഒരു വലിയവനാ, ഒരു വിശ്വാസിയാ. പക്ഷേ പരിസരത്ത് താമസിക്കുന്ന ഒരു നിരീശ്വരവാദിയോട് ദ്രോഹിച്ചാൽ അന്ന് നീതി കിട്ടും. ആർക്ക്? നിരീശ്വരവാദിക്ക് നീതി കിട്ടും. ആരിൽ നിന്ന്? അല്ലാഹുവിൽ നിന്ന്. കാരണം അല്ലാഹു നീതിമാനാണ്. മനസ്സിലായോ? അതുകൊണ്ട് വഖ്ശൗയോമൻ, നിങ്ങൾ ഒരു ദിവസത്തെ പേടിക്കണം. ഇനി പറയുന്ന വാക്ക് നല്ല പോലെ ശ്രദ്ധിക്കുക. ഇനി പറയുന്ന വാക്ക് എന്താ? ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ
فلا تغرنكم الحياة الدنيا فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. ആയത്തിന്റെ കൂടെ നോട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. ഇവിടെ ഇനി മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യമാണ്. അതാണ് ഇനി ഇന്നത്തെ പ്രമുഖമായ ചർച്ച. അത് ഞാൻ ഇന്ന് തുടങ്ങി വെക്കും, നാളെ പൂർത്തിയാക്കും. ഇനി ചതിയുണ്ട്, ആ ചതി മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. അതുകൊണ്ട് ഐഹിക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. ദുനിയാവിന്റെ ചതിയിൽ നിങ്ങൾ പെട്ടുപോകരുത്. പിന്നെയോ നിങ്ങൾ നിങ്ങളെ ചതിക്കാൻ അവസരം കൊടുക്കരുത്. ബില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ ചതിക്കരുത്. ആര്? അൽ ഗറൂർ, ഏറ്റവും വലിയ ചതിയൻ. ആര്? ഏറ്റവും വലിയ ചതിയൻ, പിശാച്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ നിങ്ങൾ ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങണം. ചതിയിൽപ്പെടരുത്. നിങ്ങൾ ചതിയിൽപ്പെടരുത്. ഇത് അല്ലാഹുവിന്റെ ഒരു വാത്സല്യമുള്ള വാക്കാണ്. ആ ദിവസം ജഡ്ജ്മെന്റ് ആണ്. ഞാൻ നീതിമാനാണ്, നീതി നടപ്പിലല്ലാതെ നിർവാഹമില്ല. ജഡ്ജിക്ക് പ്രതിയോട് നീതി ഉണ്ടെങ്കിലും നീതി നടപ്പിലാക്കാൻ പറ്റും. മനസ്സിലായില്ല? ജഡ്ജിക്ക് പ്രതിയോട് വാത്സല്യം ഉണ്ടാവാം. ഞാനൊരു ഭൗതിക ഉദാഹരണം പറയാം. ആ ഉദാഹരണം അവിടെ കൃത്യാവൂല. എന്തുകൊണ്ട്? ജഡ്ജിയുടെ മകനാണ് പ്രതി എന്ന് സങ്കല്പിക്കുക. ജഡ്ജിയുടെ മകനാണ് പ്രതി എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ജഡ്ജിക്ക് എന്തുണ്ടാകും? വാത്സല്യമുണ്ട്. ആരോട്? പ്രതിയോട്. പക്ഷെ ജഡ്ജി നീതിമാനാണെങ്കിൽ വിധിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇയാൾ അക്രമിയായ പ്രതിയാണ്. ഇയാൾക്ക് തക്കതായ ശിക്ഷ വിധിക്കണം. വാത്സല്യമുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ബാപ്പയാകുന്ന ജഡ്ജി മക്കളോട് പറയും, മക്കളെ, നിങ്ങൾ അക്രമം ചെയ്യരുത്, നിങ്ങൾ തോന്നിയാസം ചെയ്യരുത്. ഏത് അക്രമിയായി എന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. നിങ്ങളാണെന്ന് വിചാരിച്ച ബാപ്പാക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അച്ഛനൊന്നും ചെയ്യാൻ കഴിയില്ല. അത് പറഞ്ഞാൽ തെറ്റാണോ? മനസ്സിലല്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അച്ഛൻ പറഞ്ഞേ മക്കളെ, അക്രമം ചെയ്യരുതട്ടാ, നിയമത്തിനെതിരാകരുത്, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു നിർവാഹമില്ല. ഒരു സിഗ്നലും വിട്ട് വണ്ടി ഓടിക്കരുത്, ഒരു നോ പാർക്കിങ്ങിൽ വണ്ടി വെക്കരുത്, ഒരു പെറ്റി കേസ് ഉണ്ടാക്കാൻ നടക്കരുത്, ഒരു പൂരത്തിനോ സിനിമകളിലോ തല്ലുണ്ടാക്കരുത്. എന്തായാലും എന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇവരെ കണ്ട് ഇവർക്കെതിരെ ശിക്ഷ വിധിക്കുന്ന പണിയാണ് എനിക്ക്. നിങ്ങൾ വന്നാലും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് നിങ്ങളോട് വാത്സല്യമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്റെ അക്കസേര നീതിയുടെ കസേരയാണ്. മനസ്സിലായോ? നീ പറഞ്ഞു നോക്ക്. അള്ളാഹു നമ്മളോട് കാണിച്ച വാത്സല്യാണ് ഇത്. ഏത് വാക്ക്? നമുക്ക് കോടാനക്കോടി മനുഷ്യരാശി ഇനിയിപ്പോൾ ഈ കൊറോണ ഇത് മനുഷ്യനിർമ്മിതമായ ഒരു വൈറസാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസ് സങ്കല്പിക്കുക. എങ്കിൽ മനുഷ്യരാശി ചിലപ്പോൾ അന്ത്യനാൾ വരെ ഈ ആപത്തിൽ കിടക്കും. 750 കോടിയൊന്നുമല്ല, ഇനി വരുന്ന 750, 800, 1000 കോടികളും ഇതിൻ്റെ കഷ്ടപ്പെടും. ലാഭം കൂടുതലോ 10, 100 കമ്പനിക്കാർ, ലോകത്തെ പണച്ചക്കള് കഷ്ടപ്പെടുന്നതോ കോടാന കോടി മനുഷ്യര്. ഇവർക്ക് നീതി വേണ്ടേ? നീതി കിട്ടണ്ടേ? ജനങ്ങളെ നീതി വേണ്ടേ? നീതി ഇല്ലെങ്കിൽ എങ്ങനെയാണ് പ്രകൃതി ധർമ്മം അർത്ഥവത്താവുക? അതെങ്ങനെയാ? അതുകൊണ്ട് കൃത്യമായ ഒരു ജഡ്ജ്മെന്റിന്റെ ദിവസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയാണ് ആയത്ത്. എന്ത്? فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور.
തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. ഒരിക്കലും ഐഹിക ജീവിതം നിങ്ങളെ ചതിക്കരുത്. എന്താ ചതി? ചതിയുടെ ഒരു ഭാഗം ഞാൻ ഇന്ന് തുടങ്ങാം, നാളെ വിശദമായി അവസാനിപ്പിക്കും ആ വിഷയം. സ്വർഗത്തിന് നമ്മളെ സ്വർഗം തടയും ദുനിയാവിന്റെ ചതി. ഒന്നെന്താ ചതി? ഒന്ന് കുഫ്ർ. എന്ത് കുഫ്ർ? എന്താണ് ഈ കുഫ്ർ? കാഫിർ, കുഫ്ർ എന്താണ്? അത് ഇന്നാലിന തറവാട്ടിൽ പറഞ്ഞോ അല്ലാന്നോ ഇന്നാലിന സമുദായത്തിൽ പെട്ടു എന്നോ പേരിൽ വരുന്നതല്ല. ചിലപ്പോൾ ചില പാർട്ടികൾ മൊത്തം അങ്ങനെ ആയിരിക്കാം. പക്ഷെ ആ പാർട്ടിയുടെ പേരിലല്ല വന്നത്, ഒരു കൃത്യമായ ആശയത്തിന്റെ പേരിലാണ്. എന്താ ആശയം? ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഇങ്ങോട്ട് നോക്കൂ. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളുടെ മുഴുവനും ഉത്തരവാദിത്തം ആർക്കാണ്? ഇന്ത്യ രാജ്യത്തിന്. ആണോ അല്ലേ? പറ, ആണോ അല്ലേ? അതാദ്യം പറ. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവനും ആളുകളുടെ ക്ഷേമം ആരാ ചെയ്യാ? പറയടോ. ഇന്ത്യ. അങ്ങനെ ആണോ അല്ലേ? ഇന്ത്യ രാജ്യത്ത് ഒരു ഇന്ത്യൻ പൗരന്റെ മുഴുവനും ക്ഷേമം ആരാ ചെയ്യ? ഇന്ത്യ രാജ്യം. അങ്ങനെയല്ലേ? ഉറപ്പല്ലേ? അവന് ജനിക്കാൻ വേണ്ടി അവന്റെ അമ്മക്ക് ഗർഭത്തിലായ സമയത്ത് മുതൽ ഗർഭത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. സർക്കാർ ആശുപത്രികൾ 100% സർക്കാരിന് സഹിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി സർക്കാർ സൗജന്യം, പരിശോധന സൗജന്യം. ₹1 ഡോക്ടർ കൊടുക്കണ്ട. മനസ്സിലായില്ല? അതായത് വയറ്റിൽ, അമ്മയുടെ വയറ്റിലേക്ക് ആ ശുക്ലബിന്ദുവിന്റെ കണിക എത്തിയത് മുതൽ സംരക്ഷണം. അമ്മമാർക്ക് പ്രോത്സാഹനം, സംരക്ഷണം, സൗജന്യ ചികിത്സകള് അത് വേറെ, സൗജന്യ പ്രസവ സൗകര്യം അത് വേറെ. ഇതിന്റെ മനസ്സിലായോ? പിന്നെ ഇവൻ മരിക്കുന്നത് വരെ സൗജന്യ ചികിത്സ, സൗജന്യ വിദ്യാഭ്യാസം. ഒരു മനുഷ്യനാവാനും ഒരു മനുഷ്യന്റെ സംസ്കാരം ഉൾക്കൊള്ളാനുമുള്ള പ്രൈമറി തലങ്ങളിൽ മുതൽ മനുഷ്യന്റെ ഒരു SSLC വിദ്യാഭ്യാസം അടക്കമുള്ള സകൽ +1 +2 ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സൗജന്യം. ആണോ അല്ലേ? പറ. സൗജന്യം. ഇനിയോ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അതിനപ്പുറത്തും സൗജന്യം. ആണോ അല്ലേ? ഇതിനൊക്കെ പിന്നില് രാജ്യത്തിന്റെ 65% റവന്യൂ വരുമാനത്തിന്റെ 65% ഈ പൗരന് വേണ്ടി ചെലവഴിക്കും. ആണോ അല്ലേ? പറ. ആണോ അല്ലേ? എല്ലാം ചെയ്യും. എന്നിട്ട് ഇവന്റെ കൂറ് പാകിസ്ഥാനോടാണെങ്കിലോ? ഇവനെ രാജ്യദ്രോഹി എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഇതാണ് കാഫിർ. അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. അതാണ് ഇസ്ലാമിലെ കാഫിർ. ഏത് തറവാട്ടിൽ ജനിച്ചു അത് മുസ്ലിമായ ബാപ്പാക്കും കാഫറായ മകൻ ജനിക്കാം, കാഫറായ മകൻ ഉണ്ടാവാം. ഹിന്ദുവായ അച്ഛന് മുസ്ലിമായ മകൻ ഉണ്ടാവാം. അങ്ങോട്ടും ഉണ്ടാവാം, ഇങ്ങോട്ടും ഉണ്ടാവാം. അമ്മ മുസ്ലിമാകാം, മകൾ കാഫറാകാം. ഉമ്മ മുസ്ലിമത്താണ്, മകൾ കാഫറത്താണ്. എത്ര ഉണ്ട്? എന്തുകൊണ്ട്? തറവാടൊന്നല്ലേ? ആണ്. അച്ഛന്റെ കൂറ് അപ്പുറത്താണ്. ഇങ്ങോട്ട് നോക്ക്. ഈ പ്രപഞ്ചത്തിലെ സകല സംവിധാനവും ചെയ്തവൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, പരമാണു മുതൽ പരമാണു കടാഹങ്ങൾ വരെ സൃഷ്ടിച്ചവൻ, സംവിധാനിച്ചവൻ, പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്നവൻ, അവന്റെ പേരാണ് അല്ലാഹ്, അവന്റെ പേരാണ് റബ്ബ്, സംരക്ഷകൻ. എന്തിന്? പരമാണു മുതൽ കടാഹം വരെ സൃഷ്ടിച്ചവൻ, പരമാണു മുതൽ പരമാണ്ട കടാഹം വരെ സംവിധാനിച്ചവൻ, പരമാണു മുതൽ പരമാണ്ട കടാഹം വരെ സംരക്ഷിച്ചു നിലനിർത്തിപ്പോരുന്നവൻ. എല്ലാം അവൻ ചെയ്തു. എന്നിട്ട് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു ദൈവത്തിലാണ് അവൻ വിശ്വസിക്കുന്നതെങ്കിൽ ഇവൻ രാജ്യദ്രോഹിയല്ലേ? ജനിക്കുന്നതിന് മുമ്പനോ അമ്മക്കുള്ള സൗകര്യം, കുഞ്ഞ് ജനിക്കാന് പ്രോത്സാഹനം, അമ്മക്ക് വേണ്ട ലീവ്, അമ്മ ഉദ്യോഗസ്ഥ, ശമ്പളം ഉണ്ട്, ലീവുണ്ട്, അമ്മക്ക് വയറ്റില്ല. ഇവൻ പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു അമ്മ. വയറ്റിലായത് മുതൽ എന്ത് ലീവ് കൊടുക്കും? ക്ഷീണം, ലീവ്. എന്ത്? പുതിയൊരു ഇന്ത്യൻ പൗരൻ വരുന്നുണ്ട്,
അപ്പൊ അതിന് സൗകര്യം ചെയ്യാം. പ്രസവാനുകൂല്യങ്ങള് എല്ലാം വേണ്ടതൊക്കെ ചെയ്യും. പട്ടാളക്കാരൻ, ഭാര്യ പട്ടാളക്കാരി വയറ്റിലാണ്. ഒരു സാധാരണ ഇന്ത്യൻ പൗരയായ ഒരു പെണ്ണ് വയറ്റിലുണ്ടായാൽ എല്ലാവിധ സൗകര്യങ്ങളും ഇന്ത്യ ചെയ്യും. എന്തുകൊണ്ട്? ഒരു ഇന്ത്യൻ പൗരൻ വരുന്നുണ്ട്, അതോടുള്ള ഒരു ബഹുമാനം. അതിന് സൗകര്യം ഒരുക്കണം. ഞങ്ങൾക്ക് അഭിമാനിക്കാൻ ഞങ്ങൾ ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ വരുന്നുണ്ട്, ഞങ്ങൾ അഭിമാനിക്കാം. നമുക്ക് ലീവ്, നമുക്ക് പ്രത്യേക അലവൻസ്, ഇതൊക്കെ പ്രസവരക്ഷകള്. ഇനി വേണ്ടത് ജനിച്ചതിന് മുതൽ അമ്മക്ക് പാലുണ്ടാകാൻ വേണ്ടിയുള്ള കിറ്റുകൾ വേറെ, പിന്നെ ഇവന് പ്രോട്ടീൻ കൂടാനുള്ള കിറ്റ് വേറെ. ഇതൊക്കെ കൊടുത്തിട്ട് ഇവന്റെ കൂറ് പാകിസ്ഥാനോടാണെങ്കിലോ, എന്നാലും ഇവനെ മുസ്ലിം എന്ന് പറയുന്നതാണോ നിങ്ങൾ പറയുന്നത്? അത് കുറച്ച് കഷ്ടാണല്ലോ. കാഫിറല്ല, കാഫിറൊക്കെ നരകത്തിലല്ലേ. എന്താണ് ഈ കാഫിർ? ഈ ആശയത്തോട് യോജിക്കാത്തവൻ കാഫിർ. മനസ്സിലായോ പറഞ്ഞത്? ഒരുത്തൻ പാകിസ്ഥാനിൽ ജനിച്ചു, പാകിസ്ഥാനിയായ പുത്രനായി ജനിച്ചു. പക്ഷെ അയാളുടെ കൂറും സ്നേഹവും ഇന്ത്യയോടാണെങ്കിൽ ഒന്ന് വെക്കൂ, എങ്കിൽ അയാൾ ഇന്ത്യയാണല്ലോ. അയാൾ എങ്ങനെയെങ്കിലും പാകിസ്ഥാൻ തപ്പിച്ചു വന്നാൽ ഇന്ത്യക്കാരാണ് അയാൾക്ക് പൗരത്വം കൊടുക്കുക. കാരണം അയാൾക്ക് പണ്ടേ കൂറ് നമ്മളോടാ. അവിടെ അയാൾ രാജ്യദ്രോഹിയാ, ഇവിടെയോ തിരിച്ചും ആണോ അല്ലേ? ഇതെന്തൊരു പ്രശ്നം. അമ്മക്ക് വേണ്ടതെല്ലാം ഇന്ത്യ ചെയ്തു കൊടുത്ത്, അമ്മക്ക് ഗർഭകാല സുരക്ഷ ഇന്ത്യ ചെയ്ത്, ഡോക്ടർക്ക് ഫീസില്ലാതെ സൗകര്യം ചെയ്ത്, എല്ലാ മാസം ഇഞ്ചക്ഷൻ ചെയ്ത്, ഒരു ഉറുപ്പിക വാങ്ങാതെ പ്രസവ സൗകര്യം ചെയ്ത്, പിന്നെ മുലപ്പാൽ ഉണ്ടാകാൻ പ്രോട്ടീൻ കൊടുത്ത അമ്മക്ക് പ്രോട്ടീൻ ഇവന് വേറെയും കൊടുത്ത്, പിന്നെ ഇവന് മനുഷ്യനായി വളരാൻ കോടാന കോടിയുടെ ഇന്ത്യൻ സമ്പത്ത് ചെലവഴിച്ച് സ്കൂളും മദ്രസയും ആശുപത്രിയും ഉണ്ടാക്കി. ഇതെല്ലാം ചെയ്ത് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഇവനൊരാളായി. അപ്പൊ ഇവന്റെ കൂറ് പാകിസ്ഥാനോടാ. അപ്പോൾ ഇന്ത്യ ഇവനൊരു പുതിയ പേരിടും. എന്താ പേര്? രാജ്യദ്രോഹി. തന്നെ കാഫിർ. മുസ്ലിം അനുസരിച്ചവൻ, കാഫിർ അനുസരിക്കാത്തവൻ. അതേത് തറവാട്ടിൽ ജനിച്ച്, മോലിയർക്ക് ജനിച്ച്, തങ്ങൾക്ക് ജനിച്ച്, അങ്ങനെ കണക്കൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഓരോന്നും പറഞ്ഞുണ്ടാക്കുക ഓരോരുത്തർ. ഈ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാ? യഥാർത്ഥത്തിലുള്ള ഒരേ ഒരു സർവേശ്വരനായ ദൈവം, അതന്നെ അവനാണവൻ. അവൻ ഭൂമിയല്ല, അവൻ അഗ്നിയല്ല, അവൻ വായുവല്ല, അവൻ അഗ്നിയല്ല, അവൻ അതൊന്നുമല്ല. അതിന്റെ എല്ലാം സൃഷ്ടാവായ സമ്പൂർണനായ ദൈവമാണ് അല്ലാഹ്. ഇലാഹ് എന്ന വാക്കിൽ അൽക്കുട്ടിയപ്പോൾ അതിന്റെ സംയോജനമാണ് അല്ലാഹ്. ഇലാഹ് ദൈവം, അൽ ഇലാഹ് യഥാർത്ഥ ദൈവം, അല്ലാഹ് യഥാർത്ഥ ദൈവം, ഒരേ ഒരു ദൈവം. മനസ്സിലായോ? എന്തൊരു പുതിയ പേരിട്ടതല്ല, അല്ലാഹ് ഒരു പുതിയ പേരല്ല, ഒരു മഹാ ആശയത്തിനാൽ ഉണ്ടായ ഒരു മഹത്തായ നാമമാണ്. ഇലാഹ് ദൈവം, അൽ ഇലാഹ് യഥാർത്ഥ ദൈവം, അതിന്റെ സംയോജനമാണ് എന്ത്? അല്ലാഹ്. പിന്നെ നമ്മൾ ഓരോരുത്തരോട് പറഞ്ഞു, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്ന് പറയാലോ, അപ്പൊ എന്തിനും പറയാലോ. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു, ഓരോരുത്തർ ഓരോന്നിനെ പൂജിച്ചു. ഞാനാണ് ഇവിടെ കോളേജ് ഇതിനൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കോളേജ് ഉണ്ടാക്കിയതിൻ്റെ പേര് എനിക്കൊരു പ്രതിഷ്ഠ വെച്ചു. എന്ത്? ഇതാ നിങ്ങൾ കുട്ടികളൊക്കെ എന്നെ പൂജിക്കുക. ഞാൻ മരിച്ചപ്പോൾ എൻ്റെ പേരിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി, ഉസ്താദ് വിഗ്രഹം. എന്താ സ്ഥലം? എന്ത് സ്ഥാനം? എന്ത് സ്ഥലം? അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അയാൾക്ക് പടച്ച തമ്പുരാൻ കൊടുത്തെങ്കിൽ, പടച്ച തമ്പുരാന്റെ കൊടുത്ത സമ്പത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ കൊടുത്ത കഴിവനുസരിച്ച് പടച്ച തമ്പുരാൻ കഴിവ് കൊടുത്തവരിൽ നിന്ന് സ്വരൂപിച്ചുണ്ടാക്കിയതല്ലേ. അതിന്റെ എല്ലാത്തിനും ഉത്തരവാദിത്വം ആരെന്നെയാണ്? അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ ഉസ്താദി ചെയ്തതിനോ അതിന് ഈ സംവിധായകൻ കൂലി കൊടുക്കും. അള്ളാഹ്ക്ക് വേണ്ടിയുള്ള കൂലിക്കാരനാണ്.
ഏറെ പറയാ. കൂലിക്കാരനൊന്നും പറയണ്ട, ആരും അള്ളാഹ്ക്ക് മുന്നിൽ കൂലിക്കാരനല്ല. അള്ളാഹു അവന്റെ ഇഷ്ടപ്രകാരം കൂലി കൊടുക്കും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ മുന്നിൽ കൂലി ഇതാണെന്നും പറയാനുള്ള ഒരു കരുത്തൊന്നും ഒരാൾക്ക് ഉണ്ടാവില്ല. കാരണം അതിന് മാത്രം അനുഗ്രഹമാണ് മനുഷ്യൻ അള്ളാഹു വെറുതെ ചെയ്തു കൊടുക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഒരാൾ എന്ത് ചെയ്ത്, ഒരാൾ വാഴക്കുലക്കടയിൽ നിന്ന് നേരത്തെ തന്നെ പൈസ വാഴക്കന്ന്, മനസ്സിലായില്ലേ? ഒരാള് 500 വാഴക്കന്ന് നട്ടു. അപ്പോൾ വാഴക്കുല കച്ചവടക്കാരനുണ്ട് അവിടെ. അയാൾ അടുത്ത് പോയി, എടോ ഞാൻ വാഴക്കന്ന് വാങ്ങുന്നുണ്ട്, 5000 രൂപ ഉണ്ടാവും. 1000 രൂപ വാഴക്കന്ന് വാങ്ങി. പിന്നെ 2 ആഴ്ച പണിക്കാരെയും കൂട്ടി വാഴക്കന്ന് നട്ടു. അന്ന് വീണ്ടും പോയിട്ട് പറഞ്ഞു, എടോ കന്നിന് കൊടുത്തു ആ പൈസ, പണിക്കാർക്ക് കൊടുക്കാൻ പൈസ അല്ല, ഒരു 10000 രൂപ എടുക്കുന്നു. അപ്പം 10000 കൊടുത്തു. പിന്നെയോ പിന്നെ വാഴ അങ്ങനെ ആയി. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞു, ഇതാ ജൈവവളം വേണം, കുറച്ച് കാര്യവളം വാങ്ങണം, 25,000 രൂപ എടുക്കുക. അപ്പം വാങ്ങി. പിന്നെയോ ഫാക്ടം പോസ് 20 പൊട്ടാശം കൂടി ലേശം ഒന്ന് മണപ്പിക്കണം, ഒരു 20,000 രൂപ എടുക്കുക. അപ്പം വാങ്ങി. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പൈസ അങ്ങനെ വാങ്ങി, ഒക്കെ അങ്ങനെ ചെലവാക്കി. എല്ലാം അങ്ങനെ ചെലവാക്കി. അതിനങ്ങനെ ചെലവാക്കി സുഖിക്കും, നമുക്ക് പണിക്കാർക്കും കൊടുക്കും. 50,000 വാങ്ങി, 25,000 വാങ്ങി, 40,000 പണിക്കാർക്ക് കൊടുത്ത് 10,000 കൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി കൂട്ടിപ്പോയി. അങ്ങനെ പല തവണ അതൊക്കെ കണക്കോടെ എഴുതി വെച്ചൊന്ന് സങ്കല്പിക്കുക. അവസാനം വാഴക്കല് വെട്ടി പിക്കപ്പിൽ കയറ്റി അവിടെ കൊണ്ട് ഇറക്കി തൂക്കി ഒക്കെ കഴിഞ്ഞ് അപ്പൊ മറ്റൊന്മാരിൽ ബുക്ക് എടുത്ത് എത്ര വാഴക്കലുള്ളത്? വാഴക്കൽ എത്രയാ? ആ വാഴക്കല 1,25,000 വാഴക്കലുണ്ട്. ഓഹോഹോ, അപ്പൊ വലിയ പൈസ. ഭാര്യയും ഭർത്താവൊക്കെ സന്തോഷമല്ല, അൽഹംദുലില്ലാ നല്ലോണം പൈസ ഉണ്ടായല്ലോ. അപ്പൊ നമുക്ക് പറ്റൂക്ക് എടുത്ത് നോക്കാം. പറ്റൂക്കിൽ 2,25,000 രൂപ ഉണ്ട്. അപ്പൊ അടുത്ത കൊല്ലത്തെ വാഴ വെട്ടിയാലും തീരാത്ത പൈസ കൊല്ലം വാങ്ങിയിട്ടുണ്ട്. ഞാൻ പൈസ എന്താ ഉള്ളത്? അതാ പറഞ്ഞത്, പടച്ചത. മനസ്സിലായോ? അള്ളാന്റെ മുന്നിൽ കൂലി വാങ്ങാൻ ആർക്കാ അധികാരം? എന്തുകൊണ്ട്? നമ്മൾ വാഴക്കലക്കച്ചാരക്കാരനെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കൃഷി ചെയ്ത കർഷകനെ പോലെ നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ സുഖം അനുഭവിച്ചു. ഇതൊക്കെ ആര് തന്നു? അള്ളാഹ് വന്നു. ഇതൊക്കെ പറ്റൂക്കിൽ അള്ളാഹ് എഴുതി വെച്ചാൽ എന്തുണ്ടാവുക? മനസ്സിലായില്ലേ? എന്നിട്ടും കൂലി തരുന്നത് എന്ത്? അത് അള്ളാന്റെ ഇഷ്ടം. വാഴക്കല കച്ചവടക്കാരൻ എന്ത് പറയാം അവസാനം? 1,25,000 കൊണ്ടുപോയിക്കോ, മറ്റോ അതൊക്കെ ഞാൻ അപ്പൊ തന്നെ വിട്ടിട്ടുണ്ട്. ഇതാണല്ലോ. അങ്ങനെ ഇന്ന് വരെ ഒരു വാഴക്കുല കച്ചവടക്കാരൻ പറഞ്ഞതായി എന്റെ അറിവിലില്ല. നിങ്ങൾ ഏതെങ്കിലും വല്ല വാഴക്കുല കച്ചവടക്കാരന് നാട്ടിൽ കിട്ടുകയാണെങ്കിൽ അറിയിക്കണം. കാരണം എനിക്ക് കൊല്ലം കുറച്ച് വാഴൊക്കെ ഉണ്ട്, എന്തെങ്കിലും അറിയിക്കണം. കഴിഞ്ഞ പോലെ ഞാൻ നെല്ലിന്റെ കൃഷി നടത്തി, കൊല്ലം കുറച്ചുകൂടി വാഴ കൃഷി നടത്തുന്ന ഒരു പൂതിയുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെയെങ്കിൽ കയ്യിൽ പൈസ ഒന്നും കാര്യമായി കരുതിയിട്ടില്ല. അങ്ങനത്തെ വാഴക്കുല കച്ചവട ഉടനെ എന്നെ അറിയിക്കണം. കാരണം എന്തൊരു വാങ്ങിയാലും അയാൾ എഴുതൂല, ഇവനാണല്ലോ. എന്ത് നന്മ ചെയ്താൽ പ്രതിഫലം കൊടുക്കും, എന്നാലോ പറ്റുമുക്കിൽ എഴുതുകയില്ല. വേണ്ട ഒക്കെ ചെയ്തു കൊടുക്കും, അവസാനം കൂലിയും കൊടുക്കും. അള്ളാനെ പോലത്തെ ഒരാളുണ്ടാവില്ല. ഒരു വാഴക്കല കച്ചവടക്കാരെക്കാലം വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. അവനാണ് ആര്? അവൻ അനുസരിച്ചാൽ മുസ്ലിം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പാകിസ്ഥാനോടാണ് കൂറെങ്കിൽ രാജ്യദ്രോഹി, അതാണ് കാഫിർ. വേറുള്ളവർ ഒന്നും ചെയ്തിട്ടില്ല. ആരെന്ത് ചെയ്യാൻ? ഈ സർവേശ്വരനല്ലാതെ, അവനല്ലാതെ ആരെന്ത് ചെയ്യാൻ? ആർക്ക് അധികാരം? ആർക്ക് കഴിവ്? ആർക്ക് കഴിയും? മഴ പെയ്യാനുള്ള സംവിധാനം ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അള്ളാഹു മുകളിലേക്ക് കയറ്റിയ മേഘത്തിൽ നിന്ന് മഴ പെയ്യിപ്പിക്കാനുള്ള ചില പ്രത്യേകമായ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മഴ പെയ്യിപ്പിക്കാനുള്ള സംവിധാനം ശാസ്ത്രത്തിന്റെ കയ്യിൽ ഉണ്ട്. പക്ഷേ നടക്കൂല. എന്തുകൊണ്ട്? വിവരം അറിയൂ. മഴ പെയ്യിപ്പിച്ച് നേടുന്ന മഴ
ശാസ്ത്രീയമായ പണികളും രാസപ്രക്രിയകളും കൊണ്ട് മഴ പെയ്യിപ്പിച്ചാൽ ഉണ്ടാകുന്ന ലാഭത്തിന് എത്രയോ ഇരട്ടി നഷ്ടമാണ് അങ്ങനെ സംഭവിച്ചാൽ. മനസ്സിലായോ? അത് പറഞ്ഞിട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യൂല. ഇത് 10 പൈസല്ലാതെ മഴ ചെയ്ത് കൊടുക്കും. ഇന്നലെ നേരം വെളുക്കോളം മഴ ചെയ്തിട്ടുണ്ട്. ആരും ഒന്നും കൊടുക്കണ്ട. കൊടുക്കണോ? ഒന്നും കൊടുക്കണം. أنزل من السماء ماء فسالت أودية بقدرها. നിറഞ്ഞിങ്ങനെ ഒഴുകിയ വെള്ളം. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ചൂടാണ്, ഈ ആഴ്ച തണുപ്പാണ്. നോമ്പ് വന്നിട്ട് എന്തൊരു സന്തോഷമാണ്. അല്ലാതെ വെള്ളം വന്നു. കഴിഞ്ഞ ഏപ്രിലിന്റെ തുടക്കം വരെയുള്ള സമയമാണ് ഇപ്പോഴുള്ള സമയമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തൊരു സുഖാണ് നോമ്പിന്. വെള്ളം കുടിച്ചാലും നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാകാത്ത ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു. ഇന്ന് ഇപ്പൊ പ്രശ്നമില്ല. എന്തുകൊണ്ട്? അല്ലാ എന്റെ വെള്ളം വന്നില്ലേ, സന്തോഷം. ഇങ്ങനത്തെ ഒരു രക്ഷ, ഈ രക്ഷ ഒരു 10 പൈസ ഇല്ലാതെ മഴ കൊടുക്കും. 10 പൈസ ഇല്ലാതെ മേഘക്കൂട്ടങ്ങളെ ഉണ്ടാക്കും. 10 പൈസ ഇല്ലാതെ മഴ പെയ്യിപ്പിച്ചു കൊടുക്കും. എല്ലാം ഈ രക്ഷിതാവിനെ അംഗീകരിക്കാത്തവൻ രാജ്യദ്രോഹിയല്ലേ? ഇന്ത്യ ഈ സൗകര്യമൊക്കെ ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് തീറ്റിപ്പോറ്റി വലുതാക്കിയിട്ട് ഒരാളുടെ കൂറ് പാകിസ്ഥാനോടാണെങ്കിൽ അവൻ രാജ്യദ്രോഹിയല്ലേ? ഇതാണ് കാഫിർ. എന്തുകൊണ്ട്? ഇന്ത്യക്കാരന് വേണ്ടി അധ്വാനിച്ചത് ഇന്ത്യയാണ്. ഇനി അവനൊരു വിദേശ രാജ്യത്താണെങ്കിൽ പോലും ആ വിദേശ രാജ്യത്തവൻ ഇന്ത്യയുടെ ആനുകൂല്യത്തിലാണ് കഴിയുന്നത്. എന്റെ ആ വിദേശ രാജ്യം ഇവനെ സ്വീകരിച്ചത് ഒരു ഇന്ത്യൻ പൗരന് ഇന്നാലിന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം, തിരിച്ചവരും ഇവിടെ വന്ന ഇന്നാലിന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നൊക്കെ എംബസികൾ തമ്മിലും രാജ്യങ്ങളുടെ ഭരണകൂടങ്ങൾ തമ്മിലും നേരത്തെ തന്നെ എഴുതി വെച്ച കരാറുകളുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അവന് ദുബായിൽ ജോലി കിട്ടിയത്. മനസ്സിലായോ? പറഞ്ഞത് ഇന്ത്യക്കാരന്റെ കൂറ് വേണ്ടത് ആരോട് തന്നെ? ഇന്ത്യയോട്. പിന്നെ സർവ്വ സമൂഹത്തോടും അവനൊരു നന്മയുടെ മനസ്സ് വേണം. അതും ഇന്ത്യൻ വ്യവസ്ഥിതിയുടെ ഭാഗം തന്നെയല്ലേ. ഇന്ത്യൻ നിയമം ലോകത്തുള്ള എല്ലാ നിയമങ്ങൾക്കും എതിരല്ല. അതത്രയേ ഉള്ളൂ എന്നതുപോലെ. അതുകൊണ്ട് ഐഹിക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ചതി എന്താണ്? ഇവിടെ മുസ്ലിങ്ങളോടല്ല മാത്രമല്ല ഇത് പറയുന്നത്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഏകനായ രക്ഷിതാവിൽ അവിശ്വസിക്കരുത്. കാരണം അവനല്ലാത്ത ഒരാളും നിങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ല. അവൻ നിങ്ങളുടെ സംരക്ഷകനായ റബ്ബാണ്. അവൻ നിങ്ങളുടെ സ്രഷ്ടാവായ ഖാലിഖായ റബ്ബാണ്. ഇതാണ് അതിന്റെ അർത്ഥം. എന്താ മുസ്ലിം? ഇതാ അതിന്റെ അർത്ഥം. ഇത്രയും അർത്ഥമുള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടാക്കണേ? فلا تغرنكم الحياة الدنيا. ഐഹിക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. കാഫിറുകളെ ഐഹിക ജീവിതം തകർത്തിട്ടുണ്ട്, നശിപ്പിച്ചു. എന്തുകൊണ്ട്? ഒന്നാമത്തെ സ്കൂളിൽ വരുമ്പോൾ ഒന്നാമത്തെ നിയമം എന്താ? പാഠം പഠിക്കലല്ല, സ്കൂൾ നിയമത്തെ പാലിക്കാൻ തയ്യാറാണ് എന്ന് ഒപ്പിട്ട് കൊടുത്താലേ അഡ്മിഷൻ കൊടുക്കുള്ളൂ. ഒരുത്തം വന്നു സ്കൂൾ നിയമം ഒന്നും പാലിക്കൂല, പഠിക്കും എങ്കിൽ വേറെ സ്കൂൾ നോക്കിക്കോന്ന് പറയാം. സ്കൂളിൽ ആദ്യത്തെ കാര്യം പഠിക്കലല്ല, ആദ്യത്തെ കാര്യം പറ, സ്കൂൾ നിയമത്തെ പാലിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ നിയമം എല്ലാ ഇന്ത്യക്കാരും നേരം വെളുത്താൽ തൊഴിൽ ചെയ്യണമെന്നല്ല. പിന്നെന്താ? എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ത്യയോട് കൂറുണ്ടാകണം. ഇതാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും എന്റെ സഹോദരി സഹോദരനായി കണക്കാക്കണം, മതം ഏതായാലും ജാതി ഏതായാലും. ഇതാ നിയമം. നടക്കുന്നത് എങ്ങനെയാണെങ്കിലും നിയമം എങ്ങനെയാണ്? ഇത് പാലിച്ചവനാണ് യഥാർത്ഥ ഇന്ത്യക്കാരൻ, പാലിക്കാത്തവൻ യഥാർത്ഥ ഇന്ത്യക്കാരനാവില്ല. ഇങ്ങനത്തെ ഇന്ത്യയാണ് ഇന്ത്യ. ആ ഇന്ത്യ അന്ത്യനാൾ വരെ നിലനിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹവും. പടച്ചോൻ തൗഫീഖ് തരട്ടെ. ചിന്തിക്കേ, ഇത്രയേ ഉള്ളൂ. ഇതാണ്. പഠിക്കും പക്ഷേ എന്നതുപോലെ ആദ്യത്തെ നിയമം എന്താ? നീ നിന്റെ സ്രഷ്ടാവിനെ അംഗീകരിക്കണം. അവിടെ പൊട്ടരുത്. നീ നിന്റെ ഏകനായ സ്രഷ്ടാവിനെ അംഗീകരിക്കണം.
ആ സൃഷ്ടാവിന്റെ നിയമങ്ങൾ അംഗീകരിക്കണം, ആ സൃഷ്ടാവിനെ അംഗീകരിക്കണം. എന്നാൽ എന്തുകൊണ്ട് ചില അംഗീകരിക്കൂല? എന്തുകൊണ്ട് അംഗീകരിക്കൂല? എന്തുകൊണ്ട്? അവർ തന്നെയോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും പറ്റിച്ചതോ ആയ ചില കാര്യങ്ങളിലായിരിക്കും അവരുടെ വിശ്വാസം. യഥാർത്ഥ ദൈവത്തിൽ എത്തിച്ചേരാൻ കഴിയൂല. ചിന്തിക്ക്, യഥാർത്ഥ ദൈവത്തെ അംഗീകരിച്ചു, ഏകനായ ദൈവത്തെ അംഗീകരിച്ചു, അവനാണ് യഥാർത്ഥ ദൈവം. അവന്റെ നിയമപുസ്തകത്തെ അംഗീകരിച്ചു, അവന്റെ പ്രവാചകന്മാരെ അംഗീകരിച്ചു. ഒരു പ്രവാചകനെ അംഗീകരിച്ച പോരാ, എല്ലാ പ്രവാചകന്മാരെ അംഗീകരിക്കണം. മൂസ, ഈസ, ക്രിസ്തീയ സഹോദരങ്ങളെ അവർ അംഗീകരിക്കുന്ന പുണ്യപുരുഷനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ. ആ മഹാനെ ഒരാൾ തള്ളിപ്പറഞ്ഞാലും അയാൾ ഇസ്ലാമിൽ കാഫിറായിരിക്കും. മനസ്സിലായില്ല? ഇസ്ലാമിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്ത് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഒരാളെ തള്ളിപ്പറഞ്ഞാൽ മതി, കാഫിറാണ്. എന്തുകൊണ്ട്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, അള്ളാഹു ആദരിച്ച ഒരാളെ അനാദരിച്ചു, അള്ളാഹു അംഗീകരിക്കാൻ കൽപ്പിച്ച ഒരാളെ നിന്ദിച്ചു. ഒരാൾ ഈസയെ നിന്ദിച്ചു. എന്റെ യേശു, എന്റെ ഈസ എന്ന് പറഞ്ഞു, കാഫിറായിരിക്കും ഇസ്ലാമിൽ. മനസ്സിലായോ? മൂസാ നബി അലൈഹിസ്സലാം, മൂസായുടെ അഥവാ മോസസ് എന്ന മൂസ, കോമൺ എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിക്കുന്ന BC 13-14 നൂറ്റാണ്ടുകളിൽ 15 നൂറ്റാണ്ടുകളിൽ ലോകത്തറിയപ്പെട്ട ആളാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. മോസസ് എന്ന് പറയുന്ന മൂസ, മോശ എന്ന് പറയും, മഹാനായ സയ്യിദുനാ മൂസ. മനസ്സിലായില്ലേ? ആ മഹാനിൽ നിന്ന് വന്ന ഒരു ജനതയാണ് ജൂതന്മാർ. പിന്നീട് എന്തൊക്കെ സംഭവിച്ചാലും അതല്ലല്ലോ ഇവിടുത്തെ ചർച്ച. പക്ഷേ ജൂതന്മാരോടുള്ള എന്തെങ്കിലും ഒരു താല്പര്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇന്ന് ജൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ തിന്മകളുണ്ട്, മുസ്ലിം സമുദായത്തിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ. ജൂതന്മാർ ഒരു സമൂഹം എന്ന നിലയിൽ അവരിലെ ചില ആളുകൾ, എല്ലാ ജൂതന്മാരുമല്ല, ചിലരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജൂതരാഷ്ട്രം ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ വളരെ വലുതാണ്. അതാർക്കും അറിയും. അതിന്റെ പേരിൽ ഒരാൾ മൂസയെ തള്ളിപ്പറഞ്ഞാലോ, തൗറാത്ത് എന്നൊരു വേദഗ്രന്ഥത്തെ തള്ളിപ്പറഞ്ഞാലോ, അങ്ങനെ ഒരു വേദഗ്രന്ഥം പഠിച്ചിറക്കിയിട്ടില്ല എന്ന് പറഞ്ഞാലോ, അങ്ങനത്തെ ഒരു മൂസയെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാലോ, അയാൾ ഇസ്ലാമിൽ കാഫിർ. ക്രിസ്തീയ സമൂഹത്തിന്റെ നേതാവായ യേശുവിനെ ഒരാൾ തള്ളിപ്പറഞ്ഞാൽ ഇസ്ലാമിൽ കാഫിറാവും. ജൂതന്മാരുടെ നേതാവായ മോശയെ ഒരു മുസ്ലിം തള്ളിപ്പറഞ്ഞാൽ കാഫിറാവും. ഇന്ത്യയിൽ ഒരു പ്രവാചകനും വന്നിട്ടേ ഇല്ല എന്നെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ കാഫിറാവും. എന്തുകൊണ്ട്? അതൊരു സത്യത്തെ നിഷേധിക്കലാണ്. ഒരു ജനതയുണ്ടെങ്കിൽ ആ ജനതയ്ക്ക് പ്രവാചകൻ ഉണ്ടാവും. ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിലനിൽക്കുന്ന മാനുഷ സംസ്കാരമുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ എത്ര പ്രവാചകന്മാർ വന്നിട്ടുണ്ടാവും? ഇന്ത്യയിലൊന്നും പ്രവാചകൻ ജനിക്കൂല, ഒരു പ്രവാചകനും ഇന്ത്യയിലൊന്നും ജനിക്കൂല എന്നവരെ വാദിച്ചാൽ കാഫിർ. അവരെപ്പനാരാ? ആ പ്രവാചകനാര് അത് നമുക്ക് അറിഞ്ഞോളുന്നില്ല. പക്ഷേ നാടടച്ച് വെടിവെച്ചാൽ കാഫിർ. ഇന്ത്യയിൽ ഒരു പ്രവാചകൻ ജനിച്ചിട്ടില്ല എന്ന് ഞാൻ വിധിച്ചിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാമിൽ കാഫിർ. എന്തുകൊണ്ട്? ആയിരക്കണക്കായ വർഷങ്ങളായി മാനുഷ സംസ്കാരം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സിന്ധും മോഹൻജദാരോയും ഹാരപ്പായും ലോകത്തെ അതിപ്രധാനപ്പെട്ട സംസ്കാരം നിലനിന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദീതട സിവിലൈസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൈന്ധവ സിവിലൈസേഷൻ. അതിനൊരാൾ ആ സൈന്ധവ സിവിലൈസേഷൻ മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം എത്രയാണ്? എന്തൊരു മഹത്തായ ചരിത്രമാണ് ഇന്ത്യയുടേത്. മുമ്പും പിമ്പും എത്രയോ 7000 കൊല്ലങ്ങൾക്ക്. എന്തിന്? ആദ്യത്തെ പ്രവാചകൻ മഹാനായ സയ്യിദുനാ ആദം വന്നത് ഇന്ത്യയിലാണെന്നാണ് പ്രധാന അഭിപ്രായം. എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് അതിന്റെ പേരിൽ ഭൂമിയിൽ വന്ന സയ്യിദുനാ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം മുതൽ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇവിടെ ഒരു സംസ്കാരം ഉണ്ടായിരിക്കും. അപ്പോൾ ആ സംസ്കാരങ്ങളിലൊക്കെ എത്രയേറെ പ്രവാചകന്മാർ ഉണ്ടാകാം. ആരാ പേര് അറിയൂല, എന്താ പേര് അറിയൂല, ഒന്നും അറിയൂല. പക്ഷേ കാടടച്ച് വെടിവെക്കാൻ പാടില്ല. ഒരു സമൂഹമുണ്ടെങ്കിൽ ആ സമൂഹത്തിന് പ്രവാചകനെ കൊടുക്കും. ആര്? അല്ലാഹ്.
അപ്പൊ ഇപ്പോൾ പ്രവാചകനുണ്ട്, അന്ത്യനാൾ വരെ ഒരു പ്രവാചകനുണ്ട്, മുഹമ്മദ്. ഉറക്കപ്പറ, മുഹമ്മദ്. ഇനി ഒരു പ്രവാചകൻ ആവശ്യമില്ലാത്ത വിധം ലോകത്ത് മുഴുവനും ആ വേദഗ്രന്ഥവും ആ സത്യസന്ധതയും നിലനിൽക്കുന്നുണ്ട്. പിന്നെന്ത് പ്രശ്നമുള്ളത്? സകല ജനങ്ങൾക്കും എല്ലാവർക്കും പാലിക്കാവുന്ന, എല്ലാ കാലത്തും പാലിക്കാവുന്ന നിയമങ്ങളെ അതിലുള്ളൂ. ഒരു പ്രയാസമില്ല. അതാണ് മുഹമ്മദ്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യപ്രവാചകൻ വന്ന ഉടനെ തന്നെ ലോകം എന്താ അവസാനിക്കാനോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അന്ത്യപ്രവാചകൻ പിന്നെ എന്തിനു മനുഷ്യനുണ്ടായി? അങ്ങനെയൊന്നുമില്ലല്ലോ. 11 മണിക്ക് പുതിയാപ്പിള വന്നു പോയി, 2-3 മണി വരെ കല്യാണം നടക്കും, കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? 12 മണിക്ക് പുതിയാപ്പിള വന്നു പോയി, 4 മണി വരെ കല്യാണം ഉണ്ടായി, കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. മനസ്സിലായില്ല? ആ പുതിയാപ്പിളയുടെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത്. 4 മണിക്ക് കല്യാണം, 1 മണിക്ക് പുതിയാപ്പിള വന്നുപോയി. സാധാരണ അങ്ങനെ ആവാറുണ്ടല്ലോ. 1 മണിക്ക് പുതിയാപ്പിള വന്നുപോയി. പുതിയാപ്പിള വന്നു പോയാൽ ഉടനെ തന്നെ പന്തൽ വിളിക്കുമോ? കുറച്ച് ജനങ്ങൾ ഉണ്ടാവുമല്ലോ. എന്നതുപോലെ അങ്ങനെ കണക്കാക്കിയാൽ മതി, അങ്ങനെ കണക്കാക്കിയാൽ മതി. 1 മണിക്ക് പുതിയാപ്പിള വന്നുപോയി, 3 മണി വരെ ചോറ് കൊടുക്കും. കല്യാണം ഉണ്ട്, ഇനിയും വരാം. കല്യാണം 3 മണി വരെ ഉണ്ട്. 1 മണിക്കോ? പുതിയാപ്പിളയുടെ പേരിലാണ് കല്യാണം ഉണ്ടായത്. പുതിയാപ്പിളയാണ് കല്യാണത്തിന് മർമ്മം. 1 മണിക്ക് പുതിയാപ്പിള വന്ന് പോയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. 3 മണിയെ വരെ സ്വാഭാവികമായ കല്യാണം. 2 മണിക്കും 2:30 മണിക്ക് പൊരിഞ്ഞ ആളുകൾ ഭക്ഷണം കഴിക്കും. പുതിയാപ്പിള വന്ന് പോയി കഴിഞ്ഞു. 4 ആ പുതിയാപ്പിളയുടെ പേരിലാണ് ഈ കല്യാണം. 1400 കൊല്ലം മുമ്പ് പുതിയാപ്പിള വന്ന് പോയി, കുറച്ചു കാലം കൂടി കല്യാണം നടക്കും. ഇതാണ് ലോകത്തിന്റെ ആയുസിൽ. 1400 ഒന്നുമല്ല, കുറച്ചു കാലം കൂടി നടക്കും. ആ കാലത്തേക്ക് ഈ നിയമങ്ങൾ എമ്പാടും മതിയാവും. ഒന്നും ഇത് പഠിച്ച നിയമമാണ്, കാലഹരണപ്പെടില്ല. ഇനിയൊരു വ്യാപാരം ഇല്ല, നേരമില്ല, അത് വന്തൽ പൊളിക്കാനായി. അതുകൊണ്ട് ഇവിടെ ഏതൊരു ക്രിസ്തീയർ ബഹുമാനിച്ച് ആദരിക്കുന്ന പുണ്യ നേതാവായ യേശുവിനെ ഒരു മുസ്ലിം തള്ളി പറഞ്ഞാൽ കാഫിറാവും. ഇന്ത്യ രാജ്യത്തേക്ക് പ്രവാചകന്മാരെ പടച്ചോൻ അയക്കൂല, അയച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ കാഫിറാവും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ? ഇവനാരാ? കൃഷ്ണൻ പ്രവാചകനാണോ അല്ലേ എന്ന് എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞ പ്രശ്നമില്ല. ചരകസൂത്രം പറഞ്ഞ ചരകൻ പ്രവാചകനാണോ അല്ലേ എനിക്കറിയില്ല, അത് തെറ്റില്ല. അറിയില്ല, തെറ്റൊന്നുമില്ല. അതേ സമയത്ത് ഇന്ത്യയിൽ പ്രവാചകന്മാരെ വരില്ല എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാമാവില്ല. എന്തുകൊണ്ട്? ഇസ്ലാമില് ഏറ്റവും വലിയ ഒരു മഹാസത്യത്തിനെതിരാണ്. അപ്പോൾ ഇസ്ലാം എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സത്യമാണ്, ഒരു നീതിയാണ്, ഏത് രാജ്യത്തിനുമുള്ള നീതിയാണ്, ഏത് സൊസൈറ്റിക്കുമുള്ള ഒരു അർഹതയാണ്. ക്രിസ്തീയർക്ക് ക്രിസ്തീയതയുടെ അർഹത കൊടുത്തിട്ടുണ്ട്. പിന്നീട് മാനുഷികമായി വന്ന അപജയങ്ങൾക്ക് ഉത്തരവാദിയല്ല മനുഷ്യന്റെ താല്പര്യപ്രകാരം ചിലപ്പോൾ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തി നാമാവശേഷമാക്കിയിട്ടുണ്ട് അവരുടെ സന്ദേശങ്ങളിലും. അതിനവർ ഉത്തരവാദിയല്ല. മനസ്സിലായോ പറഞ്ഞത്? കൃഷ്ണൻ എന്നൊരാൾ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ ആരാധിക്കൂ എന്ന് ആ വലിയ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടാവില്ല, പറയില്ല. എന്തുകൊണ്ട്? പ്രവാചകന്മാർ ഒരിക്കലും തന്നെ ആരാധിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. പകരം സർവേശ്വരനായ ദൈവത്തെ ആരാധിക്കാനല്ല ഒരു പ്രവാചകനും കൽപ്പിച്ചിട്ടില്ല. പിന്നീടുണ്ടായതിന് ആ വലിയ മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിയുമല്ല. കൃഷ്ണൻ പ്രവാചകനാണോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ ഈ പറയുന്നത്, എനിക്കറിയില്ല. ഇല്ല എന്ന് പറയാൻ എനിക്ക് കഴിവില്ല. എന്റെ വിവരത്തിൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്കറിയില്ല. പ്രവാചകനാണെങ്കിൽ തന്നെ ആരാധിക്കൂ എന്ന് പറയില്ല, അത് ഉറപ്പ്. എന്തുകൊണ്ട്? മെസ്സഞ്ചർമാർ ദൈവത്തിന്റെ മെസ്സഞ്ചർമാരാണ്. അപ്പോൾ കാഫിർ പൊട്ടി എവിടെ? നിയമം പാലിക്കൂല. പിന്നെ സ്കൂളിൽ പഠിക്കൂല്ലേ എന്ന വാക്കിന് അർത്ഥം തന്നെയില്ല. അച്ഛനും മോനും കൂടെ സ്കൂളിൽ കയറി വന്നു. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, ഇവിടെ കുറച്ച് നിയമങ്ങളില്ല, ആ നിയമങ്ങൾ പാലിക്കണം. തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ
യൂണിഫോം. ബുധനാഴ്ച വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കും. പക്ഷെ വസ്ത്രത്തിന് നിയമമുണ്ട്. ഇവിടുത്തെ വസ്ത്രത്തിന് നിയമമുണ്ട്. മാന്തി പൊളിച്ച് ഇങ്ങനെയുണ്ടല്ലോ ഇപ്പൊ നല്ല തയ്ച്ചിട്ട് പിന്നെ മാന്തി പൊളിക്കുന്ന വസ്ത്രങ്ങളുണ്ട്. ഇല്ലേ? ഉണ്ട്. പാൻസൊക്കെ പുതിയ പാൻസ് മാന്തി പൊളിക്കും. മാന്തി പൊളിക്കാനാണ് ഇപ്പോഴത്തെ ഫാഷൻ. അതൊന്നും ഇവിടെ പണക്കില്ല എന്ന് പറഞ്ഞ് അത് പ്രിൻസിപ്പൾ. അപ്പൊ കുട്ടി പറഞ്ഞ അത് പറ്റൂല. അച്ഛനും പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ശരിയാവൂല. പാഠം പഠിക്കുമ്പോൾ ഒന്നാമനായിരുന്നു, ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ബ്രില്യൻ്റ് പുറത്ത് ഇവിടെ പഠിക്കണമെന്ന് ആദ്യം നിയമം അനുസരിക്കണം. എന്ത് പ്രശ്നമുള്ളത്? അപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവൻ കാഫറാണ്, അനുസരിക്കാത്തവൻ. എന്ത് പ്രശ്നമുള്ളത്? കാഫർ എന്ന് പറയുമ്പോൾ ചൂടാണെന്നില്ല, അനുസരിച്ചവൻ അനുസരിക്കാത്തവൻ. സർവേശ്വരന്റെ നിയമം അനുസരിക്കണം. അത് പറഞ്ഞ മുസ്ലിംക്ക് ബാധകമാണ്. മുസ്ലിം ഒരു നിയമത്തെ തള്ളി പറയുകയോ അടിസ്ഥാനത്തിൽ നിന്ന് പുറത്തു ചെയ്ത കാഫറായി. എന്താ പ്രശ്നമുള്ളത്? മന്ത്രിയുടെ മോൻ തന്നെയാണ്, ജഡ്ജിയുടെ മോൻ തന്നെയാണ്. പാകിസ്ഥാനോടാണ് കൂറെങ്കിൽ അവൻ ആരാ? ഇന്ത്യക്കും കാഫറാണ്, രാജ്യദ്രോഹിയാണ്, ഇന്ത്യയിൽ അവൻ നിഷേധിയാണ്. അപ്പോൾ കാഫർ എന്ന് പറയാം. ഇന്ത്യൻ ഭാഷയിൽ അവന്റെ കാഫർ എന്ന് പറയും. എന്തുകൊണ്ട്? നിഷേധി. എന്താ കാഫർ എന്നാണ് അർത്ഥം? പറ. അനുസരിക്കേണ്ടത് നിഷേധിച്ചു. കാഫിർ എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പറയടോ. നിഷേധി. മുസ്ലിയാർ കാഫറാവാൻ വേറൊരാളെ പറയണ്ട്. മുസ്ലിയാർ കാഫറാകാം. അതായത് ഈ നിയമങ്ങൾ, ദൈവം ഇറക്കിയ നിയമങ്ങൾ, മഹത്തായ സത്യങ്ങളെ നിഷേധിച്ചാൽ മുസ്ലിം ആരായി? കാഫിർ. നിഷേധി. അനുസരിച്ചാൽ മുസ്ലിം. എന്താ ഇതിന് പ്രശ്നം? ഇതിന്റെ പേരിൽ ഈ സമുദായത്തെ കൊഞ്ഞനം കുത്തരുത്. ഇനി അങ്ങനെയാണ് നിങ്ങൾ ഭാഷയെങ്കിൽ നിങ്ങൾക്ക് നടക്കാം. അതൊന്നും പ്രശ്നമില്ല.